ഇന്നോവേറ്റീവ് ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതിയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജോബ് സീക്കിംഗ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനും അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്നും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നോളജ് മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന DWMS എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഇത് എങ്ങനെ എഡിറ്റിംഗ് ഓപ്ഷനൊക്കെ എന്താണ്, എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാത്തവർ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി ഇത് ഡൗൺലോഡ് ചെയ്യുക. അതായത് DWMS എന്ന DWMS കണക്റ്റ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ടാണ് ഓപ്പണിലോട്ട് വന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി, നമ്മുടെ ഫോണിലുള്ള മെയിൽ ഐ ഡി, ആ മെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ഫുള്ള് കൊടുക്കുക. മെയിൽ ഐ ഡി ഫുള്ള് കൊടുത്ത ശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിലിലോട്ടും അതുപോലെ തന്നെ മൊബൈലിലോട്ടും ഒരു OTP ചെല്ലും. മെയിലിൽ ചെക്ക് ചെയ്യാൻ നമ്മുടെ ജിമെയിൽ എടുക്കുക. ജിമെയിലിൽ OTP ഇതാ വന്നിട്ടുണ്ട്. നമുക്ക് ആ OTP അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. OTP കോപ്പി പേസ്റ്റ് ചെയ്യുക, വെരിഫൈ കൊടുക്കുക. മൊബൈലിലാണെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ പേര് കൊടുക്കുക. ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് അതായത് നിങ്ങളുടെ പേര്, സെക്കൻഡ് നെയിം എന്നുള്ളത് നിങ്ങളുടെ ഇനിഷ്യൽ, അതാണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് നമുക്ക് ഓർത്ത് വെക്കുന്ന ട്രിഗർ ആവുന്ന ഏതെങ്കിലും ഒന്ന് വേണം കൊടുക്കാൻ പാസ്വേഡ് എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ അവിടെ ഓൾറെഡി വരും. നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ ആ 2010 കിടക്കുന്നുണ്ട്, അവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് ഇയർ മാറ്റി കൊടുക്കുക. മന്ത് നമുക്ക് ആ ആരോയിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് മന്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയോളം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി SC ആണോ OBC ആണോ എന്നുള്ളത് കൊടുക്കുക. OBC ഒക്കെ ആണെങ്കിൽ അതേഴ്സ് കൊടുത്താൽ മതി. SC ST ആണെങ്കിൽ അത് കൊടുക്കുക. നമ്മൾ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. മാരീഡ് ആണോ ഡിവോഴ്സ് ആണോ എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അത് കൊടുക്കുക. ഇനി നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് കൊടുക്കുക. ഞങ്ങളുടെ ഇവിടെ പുന്നപ്ര നോർത്ത് ആയതുകൊണ്ട് പുന്നപ്ര നോർത്ത് എന്ന് കൊടുത്തു. ശേഷം നമ്മുടെ വാർഡ് ഏതാണ് ആ വാർഡ് കൊടുക്കണം. ഞാനിവിടെ വാർഡ് ഇപ്പോൾ കൊടുത്തിട്ടില്ല, മിസ്സായിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ആണത് കാണുന്നത്. നമുക്ക് അവസാനം കൊടുക്കാൻ പറ്റും, അപ്പോൾ അന്നേരം കൊടുക്കാം. ഇപ്പം നമ്മുടെ അഡ്രസ്സ് ഫുള്ള് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പിൻകോഡ് കൊടുക്കുക. പിൻകോഡ് കൊടുത്ത ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഏത് വഴിയാണെന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ കുടുംബശ്രീ വഴി, അപ്പോൾ കുടുംബശ്രീയുടെ KUDU അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുടുംബശ്രീയുടെ കോഡ് വരും. ഇപ്പം ഞാൻ അടിച്ച സ്പെല്ലിങ് തെറ്റിപ്പോയി. KUDU അടിക്കുമ്പം കുടുംബശ്രീയുടെ കോഡ് വന്ന് അത് അടിച്ചു കൊടുക്കുക. നമ്മളെ ആരാണോ റെഫർ ചെയ്തിരിക്കുന്നത്, കുടുംബശ്രീയുടെ ഒരു അംബാസിഡർ കാണും, ആ അംബാസിഡറിൻ്റെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക. ശേഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൊടുത്തിട്ട് സ്കില്ലിൻ്റെ അവിടെ നമ്മുടെ സ്കില്ല് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് MS ഓഫീസ് അറിയാം, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് അറിയാം, ഷോർട്ട് ഹാൻഡ് അറിയാം. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ, നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളുണ്ടോ അതിനെക്കുറിച്ചുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം എനിക്ക് TTP ഒക്കെ അറിയാം, അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അവിടെ എക്സ്പീരിയൻസ് 3 ഇയറാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, അപ്പോൾ 3 ഇയർ കൊടുക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാർഡ് മറന്നുപോയത്, അതിപ്പോൾ കാണിച്ചു ഡണ്ണ് കൊടുത്തപ്പോഴത്തേക്ക്. അത് കാരണം നമ്മൾ വാർഡ് ഒന്നുകൂടെ കൊടുക്കുക. ഇവിടുത്തെ ഞങ്ങളുടെ വാർഡ് കൊടുത്തു, 2ാം വാർഡ് എന്നുള്ളതാണ്. 2ാം വാർഡ് കൊടുത്തു. ശേഷം വാർഡ് കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുക. ഈ എഗ്രി എന്നുള്ള ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വാലിഡും വന്നു. അപ്പോൾ 00 കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് 3 ഇയറേ ഉള്ളൂ, അതുകൊണ്ട് അവിടുത്തെ സബ്മിറ്റ് കൊടുത്തപ്പോൾ എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റായി. ഇനി നമുക്ക് നമ്മുടെ കറണ്ട് എംപ്ലോയി, അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ ഓൾറെഡി കൊടുത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഞാനിവിടെ ISROയിൽ, അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാം. നമ്മുടെ കമ്പനി, നമ്മൾ വർക്ക് ചെയ്ത കമ്പനിയുടെ പേര് അവിടെ കൊടുക്കുക. സെക്കൻഡ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് കൊടുക്കുക. ഞാൻ ടെക്നിക്കൽ അപ്രൻറ്റീസ് ആയിരുന്നു, അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഞാൻ ജനുവരി, അത് ഇയർ സെലക്ട് ചെയ്തു, പക്ഷേ മന്ത് മാറ്റാൻ മറന്നുപോയി. അത് നമുക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മതിയാവേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇയർ, ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു.
ശേഷം ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് മാറിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ മന്ത് സെലക്ട് ചെയ്തതൊന്ന് മാറ്റുന്നുണ്ട്. സ്റ്റാർട്ടിങ് മന്ത് ഒന്ന് മാറ്റുന്നുണ്ട്. അത് ഓഗസ്റ്റ് ആയി കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു ഡേറ്റ് കൊടുത്തിട്ട്. പിന്നെ എൻ്റെ കറണ്ട് സ്റ്റാർട്ടിങ് സാലറി അവിടെ വന്നിട്ട് 3000 സംതിങ് ആയിരുന്നു. എൻ്റെ ഒരു ഊഹത്തിന് ഞാനിപ്പോൾ കൊടുത്തതാണ്. നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ കയറി ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് എൻ്റെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്, അതായത് ഞാൻ ഇവിടെ ഗ്രാജുവേഷനാണ് കൊടുക്കുന്നത്. ഗ്രാജുവേഷന് മേജർ സ്ട്രീം ബികോം ആയതുകൊണ്ട് ബികോം കൊടുത്തു. സ്പെഷ്യലൈസേഷൻ കോപ്പറേഷൻ ആയതുകൊണ്ട് കോപ്പറേഷൻ കൊടുത്തു. പാസ്സായവർ പാസ്സായിട്ടാവാത്തവർ പാസ് ഔട്ട് ആയിട്ടില്ല. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളവർ ഇൻകംപ്ലീറ്റ് എന്ന് കൊടുക്കണം കേട്ടോ. അത് മറന്നു പോകല്ലേ, ഞാനത് പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കൊടുക്കുക. ശേഷം നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കുക. നമ്മൾ പാസ് ഔട്ടായ ഇയർ കൊടുക്കുക. അത്ര ഉള്ളൂ. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് എവിടെയാണ് വർക്ക് വേണ്ടത്, അതായത് നമ്മൾ എവിടെയൊക്കെയാണ് ജോബ് പ്രിഫർ ചെയ്യേണ്ടത്, നമുക്ക് ഏതൊക്കെ ജില്ലകളിലോ ഏതൊക്കെ സ്ഥലങ്ങളിൽ വേണമെന്നുള്ളത്. ഞാനിപ്പോൾ ആലപ്പുഴ തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ ഞാൻ കൊടുത്തു. അടുത്തത് കൊടുക്കേണ്ടത് പ്രിഫേർഡ് ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി എന്നുള്ള വർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ഓൾ ഇൻഡസ്ട്രി എന്ന് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പം ക്ലറിക്കൽ വർക്ക് ആയതുകൊണ്ട് ഏത് ഇൻഡസ്ട്രി എന്ന് വന്നാലും എനിക്ക് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൾ ഇൻഡസ്ട്രി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് വന്നിട്ട് ക്ലറിക്കൽ, എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്ലറിക്കൽ വർക്ക് ആയതുകൊണ്ട് ഞാൻ ക്ലറിക്കൽ വർക്കാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ആയതുകൊണ്ട് ഞാൻ ക്ലറിക്കൽ വർക്കിനുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാ ക്ലറിക്കൽ ആൻഡ് ഓഫീസ് ഓപ്പറേഷൻ എന്ന് കിടക്കുന്നുണ്ടോ, അത് കൊടുക്കുക. ശേഷം നമുക്ക് ഏത് റോളാണ് അവിടെ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഡേറ്റ എൻട്രിയും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ എൻട്രി സ്റ്റെനോഗ്രാഫറും കൊടുക്കുന്നുണ്ട്. രണ്ടും ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെയ്ത് നമുക്ക് ഏത് ജോബിൻ്റെ ടൈം, അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ടൈമും കൊടുക്കും. ഫുള്ളായാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്നുള്ളതായാലും കുഴപ്പമില്ല, എല്ലാം കൊടുത്തു. ഇനി നമ്മുടെ കരിയർ ബ്രേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കരിയർ ബ്രേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 7 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കരിയർ ബ്രേക്ക് ഉണ്ടെന്ന് കൊടുക്കുന്നു. റീസൺ ഞാൻ കൊടുക്കുന്നില്ല ഇപ്പോൾ, നമുക്ക് പിന്നീട് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രൊഫൈൽ, അതായത് ഒരു പാരഗ്രാഫിൽ കുറയാതെ നമ്മുടെ എക്സ്പീരിയൻസും സ്കില്ലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഷോർട്ട് അബ്സ്ട്രാക്റ്റ് കൊടുത്ത ശേഷം കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ DWMSൽ രജിസ്റ്റർ ആയി കഴിയും. ഇങ്ങനെയാണ് നമ്മുടെ നോളജ് മിഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നതാണ്. എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ കാര്യങ്ങളും എല്ലാം, എൻ്റെ ജോബും എല്ലാം അവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈൽ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, പ്രൊഫൈൽ എങ്ങനെ മാറ്റാം, ഡീറ്റെയിൽസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ പുതുതായിട്ട് ഇട്ട് തരാവേ. താങ്ക് യു.